ദൈവനാമത്തിലേവർക്കും സ്നേഹവന്ദനം. നമ്മുടെ പ്രത്യേകമായ പഠന പരമ്പര റോമാലേഖനത്തിൽ നിന്നുള്ളതാണ്. ഇപ്പോൾ നാം 86-ാമത്തെ അവതരണത്തിലാണ് എത്തി നിൽക്കുന്നത്. വിശ്വാസത്താലുള്ള നീതീകരണമെന്ന വിഷയമാണ് ഈ ലേഖനത്തിൻ്റെ പ്രമേയം. ഈ വിഷയത്തെ അവതരിപ്പിക്കുവാൻ അപ്പോസ്തലനായ പൗലോസ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ നിയന്ത്രിക്കപ്പെട്ട് അബ്രഹാമിൻ്റെ ജീവിതമാണ് നമുക്ക് മാതൃകയായിട്ട് നിരത്തിയത്. അബ്രഹാമിൻ്റെ വിശ്വാസത്തെ അനുഗമിക്കണം, പിന്തുടരണം, ആ കാഴ്ചയുടെ പിന്തുടരണം. അബ്രഹാമിൻ്റെ വിശ്വാസം നമുക്ക് മാതൃകയായി തന്നിരിക്കുകയാണ്. അബ്രഹാം ദൈവത്തിൽ വിശ്വസിച്ചു, അത് അവന് നീതിയായി കണക്കിട്ടു. ഇതാണ് അടിസ്ഥാന വാക്യം. അബ്രഹാമിൻ്റെ വിശ്വാസത്തെ നാം മനസ്സിലാക്കിയിരിക്കേണ്ടത് നാമും എപ്രകാരം വിശ്വാസമുള്ളവരായിരിക്കണം എന്ന് അറിയുന്നതിന് ആവശ്യമാണ്. ഒന്നാമതായി നാം കണ്ടു, അബ്രഹാമിൻ്റെ വിശ്വാസം ദൈവം എന്ന വ്യക്തിയിലായിരുന്നു. ദ പേഴ്സൺ ഓഫ് ഗാഡ്, ദൈവത്തിൽ വിശ്വസിച്ചു. ദൈവം എന്ന വ്യക്തി, ദൈവം വ്യക്തിത്വമുള്ളവനാണ്. ദൈവത്തിൽ അബ്രഹാം വിശ്വസിച്ചു. അബ്രഹാം തന്നിലല്ല വിശ്വസിച്ചത്, തൻ്റെ വിശ്വാസത്തിലുമല്ല വിശ്വസിച്ചത്. അനേകം ആൾക്കാർ അവരുടെ വിശ്വാസത്തിൽ അഭിമാനം കൊള്ളും. അത് പൊള്ളയാണെന്ന് പലരും അറിയില്ല. അത് ജീവനില്ലാത്തതും അല്പമായതും കഴിവില്ലാത്തതുമാണെന്ന് പലരും തിരിച്ചറിയുന്നില്ല. അവരവരുടെ വിശ്വാസത്തിൽ വിശ്വസിക്കുന്നു. അബ്രഹാം തൻ്റെ വിശ്വാസത്തിൽ വിശ്വസിച്ചില്ല, അബ്രഹാം ദൈവത്തിൽ വിശ്വസിച്ചു. രണ്ടാമത്, അബ്രഹാമിൻ്റെ വിശ്വാസത്തിൻ്റെ സവിശേഷത എന്ന് പറയുന്നത് അബ്രഹാം ദൈവത്തിൻ്റെ ശക്തിയിൽ വിശ്വസിച്ചു. ദൈവത്തിൻ്റെ ശക്തിയിൽ. 17-ാം വാക്യം ഒന്ന് വായിക്കാം ആദ്യം. 18-19 വാക്യത്തിലാണ് ദൈവശക്തിയിൽ അബ്രഹാം വിശ്വാസം അർപ്പിച്ചു എന്നതിൻ്റെ അടിസ്ഥാന വാക്യം. അത് നമുക്ക് 17 മുതൽ ഒന്ന് വായിക്കാം. മരിച്ചവരെ ജീവിപ്പിക്കുകയും ഇല്ലാത്തതിനെ ഉള്ളതിനെ പോലെ വിളിക്കുകയും ചെയ്യുന്നവനായി താൻ വിശ്വസിച്ച ദൈവത്തിൻ്റെ ദൃഷ്ടിയിൽ അവൻ നമുക്കെല്ലാവർക്കും പിതാവാകേണ്ടതിന് തന്നെ ഞാൻ നിന്നെ ബഹുജാതികൾക്ക് പിതാവാക്കി വെച്ചു എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. ഇനി 18-19 വാക്യം. നിന്റെ സന്തതി ഇവണ്ണമാകും എന്ന് അരുളി ചെയ്തിരിക്കുന്നത് പോലെ താൻ ബഹുജാതികൾക്ക് പിതാവാകും എന്ന് അവൻ ആശയ്ക്ക് വിരോധമായി ആശയോടെ വിശ്വസിച്ചു. അവൻ ഏകദേശം 100 വയസ്സുള്ളവനാകിയാൽ തൻ്റെ ശരീരം നിർജീവമായി പോയതും സാറായുടെ ഗർഭപാത്രത്തിൻ്റെ നിർജീവത്വം ഗ്രഹിച്ചിട്ടും വിശ്വാസത്തിൽ ക്ഷീണിച്ചില്ല. അബ്രഹാമിൻ്റെ വിശ്വാസം ദൈവത്തിൽ ഉറപ്പിക്കപ്പെട്ടു. ആശയ്ക്ക് വിരോധമായി ആശയോടെ വിശ്വസിച്ചു. എന്ത് വിശ്വസിച്ചു? താൻ ബഹുജാതികൾക്ക് പിതാവാകുമെന്ന് അവൻ ആശയ്ക്ക് വിരോധമായി ആശയോടെ വിശ്വസിച്ചു. നിന്റെ സന്തതി ഇവണ്ണമാകും എന്ന് അരുളി ചെയ്തിരിക്കുന്നത് പോലെ, ഇപ്പോൾ ദൈവം പറഞ്ഞതായ ആ വാഗ്ദാനം അതേപോലെ സംഭവിക്കുമെന്ന്, താൻ ബഹുജാതികൾക്ക് പിതാവാകുമെന്ന്, അതിന് അനുകൂലമായ സാഹചര്യങ്ങൾ ഇല്ലാഞ്ഞിട്ട് പോലും താൻ പ്രതീക്ഷയോടെ വിശ്വസിച്ചു. അപ്പോൾ ആ വാക്യത്തിൻ്റെ ആഴങ്ങളിലേക്ക് മൊത്തത്തിൽ നമ്മൾ പരിശോധിക്കുന്നതിന് മുമ്പ് ആദ്യം ഒരു പ്രയോഗമൊന്ന് പരിചയപ്പെടണം. ആശയ്ക്ക് വിരോധമായി ആശയോടെ വിശ്വസിച്ചു. ആശ, പ്രത്യാശ. ആശയ്ക്ക് വിരോധമായി ആശയോടെ വിശ്വസിച്ചു. പ്രത്യാശ എന്ന വാക്കാണ് ചുരുക്കെഴുത്തിൽ ആശ എന്ന് പറഞ്ഞത്. റോമാലേഖനത്തിൽ ആദ്യമായി പ്രത്യാശ എന്ന വാക്ക് പരാമർശിക്കപ്പെടുന്നത് ഇവിടെയാണ്. ഇത് അവസാന ഭാഗമല്ല. 5-ാം അധ്യായം 2, 4, 5 വാക്യങ്ങൾ, 8-ാം അധ്യായം 20, 24, 25 വാക്യം, 12-ാം അധ്യായം 12-ാം വാക്യം, 15-ാം അധ്യായം 4, 12, 13, 24 വാക്യങ്ങൾ. ഇവിടെയെല്ലാം ഈ ആശ, പ്രത്യാശ എന്ന വാക്ക് കാണാം. പ്രത്യാശ എന്ന വാക്ക് വന്ന യവന വാക്ക് എൽപിസ് എന്ന യവന വാക്കിൽ നിന്നാണ് പ്രത്യാശ എന്ന വാക്കുണ്ടാകുന്നത്. പൗലോസിൻ്റെ പ്രധാനപ്പെട്ട ഏറ്റവും പ്രിയപ്പെട്ട വാക്കുകളിൽ ഒന്നാണ് പ്രത്യാശ എന്ന വാക്ക്. ഏകദേശം റോമാലേഖനത്തിൽ ഈ വാക്ക് ഏറ്റവും അധികം തവണ കാണാം. മൊത്തം പുതിയ നിയമത്തിൽ 53 തവണയാണ് പ്രത്യാശ എന്ന വാക്ക് കാണുന്നത്. അതിൽ 36 തവണയും റോമാലേഖനത്തിൽ തന്നെയാണ്. പ്രത്യാശ, ആശ എന്ന് ഉദ്ദേശിച്ചത് പ്രത്യാശയെക്കുറിച്ച് തന്നെയാണ്. പ്രത്യാശയും വിശ്വാസവും വളരെ അടുത്ത് നിൽക്കുന്ന 2 വാക്കുകളാണ്. എബ്രായലേഖനം 11:6 എന്നാൽ വിശ്വാസം കൂടാതെ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയുന്നല്ല. ദൈവത്തിൻ്റെ അടുക്കൽ വരുന്നവൻ ദൈവമുണ്ട് എന്നും തന്നെ അന്വേഷിക്കുന്നവർക്ക് പ്രതിഫലം കൊടുക്കുന്നെന്ന് വിശ്വസിക്കുന്നില്ലല്ലോ. ആ വാക്കിൽ 2-ാമത്തെ ഭാഗം പ്രത്യാശയാണ്. ദൈവത്തിൻ്റെ അടുക്കൽ വരുന്നവൻ ദൈവമുണ്ട് എന്നും തന്നെ അന്വേഷിക്കുന്നവർക്ക് പ്രതിഫലം കൊടുക്കുന്നുവെന്നും വിശ്വസിക്കേണ്ടതല്ലേ. അപ്പം വിശ്വാസവും പ്രത്യാശയും വളരെ അടുത്ത് ബന്ധപ്പെട്ട വാക്കുകളാണ്. പക്ഷെ രണ്ടും ഒന്നല്ല, രണ്ട് പദങ്ങളാണ്.
രണ്ടവസ്ഥകളാണ്. ഇപ്പോൾ പൗലോസ് പറയുന്ന ഈ പ്രത്യാശ എന്ന് പറയുന്നത് ആഗ്രഹവും പ്രതീക്ഷയും കൂടെ ചേരുന്നതാണ്. ആഗ്രഹവും പ്രതീക്ഷയും രണ്ടും കൂടെ ചേരുന്നതാണ് പ്രത്യാശ. ആഗ്രഹവും പ്രതീക്ഷയും, ഇത് രണ്ടും ചേരുമ്പോഴാണ് പ്രത്യാശ ഉണ്ടാകുന്നത്. 1 കോടി രൂപ കിട്ടണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ടാകാം, പക്ഷേ എനിക്കത് പ്രതീക്ഷിക്കുന്നില്ല ഞാൻ, അതുകൊണ്ടത് പ്രത്യാശയല്ല. ഒരു വലിയ മാരകമായി കുറ്റം ചെയ്തൊരു മനുഷ്യനെ, ഒരു കുറ്റവാളി മരണകരമായിട്ടുള്ള ഏതെങ്കിലും മരുന്ന് കുത്തിവെച്ച് മരിക്കണമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ടാകാം, ഒരുപക്ഷെ അത് ആഗ്രഹിക്കുന്നില്ലെങ്കിൽ പോലും, അതുകൊണ്ടത് പ്രത്യാശയല്ല. ക്രിസ്തുവിലാണ് ഒരു വിശ്വാസിക്ക് പ്രത്യാശയുള്ളത്. ലോകത്തിൽ ഒരു മനുഷ്യരിലോ ലോക വ്യവസ്ഥകളിലോ ലോകത്തിലൊന്നിലുമില്ല. ക്രിസ്തുവിലാണ് ഒരു വ്യക്തിക്ക് പ്രത്യാശയുള്ളത്. അപ്പോൾ ആഗ്രഹവും പ്രതീക്ഷയും, ഡിസയർ, എക്സ്പെക്റ്റേഷൻ. ഒരാഗ്രഹം വേണം, അത് പ്രതീക്ഷിക്കണം. പൗലോസ് ഇവിടെ ആശയ്ക്ക് വിരോധമായ ആശയോടെ എന്ന് പറയുമ്പോൾ ലോകപ്രകാരമുള്ള കാഴ്ചപ്പാടിൽ അബ്രഹാമിന് ഒരു മകൻ ഉണ്ടാകും എന്ന പ്രതീക്ഷ ഇല്ല. താൻ ആഗ്രഹിക്കുന്നുണ്ട്, പക്ഷെ ഒരു മകൻ ഉണ്ടാകുമെന്ന് ലോകപ്രകാരം തൻ്റെ ശരീരാവസ്ഥകളും എല്ലാം പരിഗണിക്കുമ്പോൾ ഒരു മകൻ ഉണ്ടാകും എന്ന പ്രതീക്ഷയില്ല. കാരണം തൻ്റെ ശരീരത്തിൻ്റെ അവസ്ഥയെക്കുറിച്ച് 4-19 വാക്യത്തിൽ പറഞ്ഞത്, അവൻ ഏകദേശം 100 വയസ്സുള്ളവനാകിയാൽ തൻ്റെ ശരീരം നിർജീവമായി പോയതും സാറയുടെ ഗർഭപാത്രത്തിന് നിർജീവത്വം ഗ്രഹിച്ചിട്ട് വിശ്വാസത്തിൽ ക്ഷീണിച്ചില്ല. ഇതാണ് തൻ്റെ അവസ്ഥ. അതുകൊണ്ടൊരു ശിശു ഉണ്ടാകും എന്ന പ്രതീക്ഷയില്ല, പക്ഷെ ആഗ്രഹമുണ്ട്. പക്ഷെ തൻ്റെ ഈ ഒരു നിർജീവമായ ശരീരത്തിൽ അതിന് പ്രതീക്ഷിക്കാൻ യാതൊരു കാരണവും കാണുന്നില്ല. അപ്പോൾ ലോകപ്രകാരം മാനുഷിക തലത്തിൽ തനിക്ക് ഒരു പ്രതീക്ഷയില്ല. പക്ഷേ സ്വർഗീയമായൊരു കാഴ്ചപ്പാട് വിശ്വാസികൾക്ക് മാത്രമുള്ളതാണ്, സ്വർഗീയമായ ദർശനം. ആ സ്വർഗീയ ദർശനത്തിൽ കാരണം ദൈവം തന്നോട് പറഞ്ഞു, നീ ബഹുജാതികൾക്ക് പിതാവാകും, നീ ബഹുജാതികൾക്ക് പിതാവാകും. ഇത് ദൈവം തന്നോട് പറഞ്ഞിരിക്കുന്നു. അബ്രഹാം അതുകൊണ്ട് ആഗ്രഹിച്ചു, അത് സംഭവിക്കും. ദൈവം പറഞ്ഞതാണ്, അത് താൻ പ്രതീക്ഷിക്കുകയും ചെയ്തു. അപ്പോൾ ആശയ്ക്ക് വിരോധമായി ലോകപ്രകാരമുള്ള ചിന്താഗതിയിൽ ഒരു ആശയ്ക്കും വകയില്ല. പക്ഷെ അതിന് വിരോധമായി ആശയോടെ, അത് ദൈവീകമാണ്. ആദ്യത്തെ ആശ ലോകപ്രകാരമുള്ള കാഴ്ചപ്പാടും അവസ്ഥകൾ പരിഗണിക്കുമ്പോൾ ഉണ്ട അവസ്ഥ, ഒരു പ്രതീക്ഷയുമില്ല. പക്ഷെ അതിന് വിപരീതമായി, വിരോധമായി സ്വർഗീയമായ ദർശനം, സ്വർഗീയമായ കാഴ്ച. കാരണം ദൈവം പറഞ്ഞു, ദൈവ വാഗ്ദാനമാണ്, നിൻ്റെ ഈ സന്തതി മുഖാന്തരം ഭൂമിയിൽ അനേകങ്ങൾ അനുഗ്രഹിക്കപ്പെടും, നീ ബഹുജാതികൾക്ക് പിതാവാകും. അപ്പോൾ എനിക്ക് മകനുണ്ടായേ പറ്റൂ, മക്കളുണ്ടായേ പറ്റൂ. അപ്പോൾ അത് അബ്രഹാം വിശ്വസിച്ചു. അപ്പോൾ ചുറ്റുപാടും എല്ലാം നിരാശ ഉളവാക്കുന്ന അവസ്ഥകളായിട്ടും അബ്രഹാം എങ്ങനെയായാലും ദൈവത്തെ വിശ്വസിച്ചു. 18 വാക്യം വായിക്കാം. നിന്റെ സന്തതി ഇവണ്ണമാകുമെന്ന് അരുളി ചെയ്തിരിക്കുന്നത് പോലെ താൻ ബഹുജാതികൾക്ക് പിതാവാകും എന്നവൻ ആശയ്ക്ക് വിരോധമായി ആശയോടെ വിശ്വസിച്ചു. ബഹുജാതികൾക്ക് പിതാവാകും. ഈ വാക്യം ഉൽപ്പത്തി 17-ാം അധ്യായത്തിൻ്റെ 4-5 വാക്യങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കും. ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ 17-ാം അധ്യായം 4-5 വാക്യങ്ങളിൽ അവിടെ പറഞ്ഞു, എനിക്ക് നിന്നോടൊരു നിയമമുണ്ട്, നീ ബഹുജാതികൾക്ക് പിതാവാകും. ഇനി നിന്നെ അബ്രഹാം എന്നല്ല വിളിക്കേണ്ടത്, ഞാൻ നിന്നെ ബഹുജാതികൾക്ക് പിതാവാക്കിയിരിക്കാൻ നിൻ്റെ പേർ അബ്രഹാം എന്നിരിക്കണം എന്ന് ദൈവം അവിടെ പറയുന്നുണ്ട്. പക്ഷേ ശരിക്ക് 15-ാമത്തെ ഉൽപ്പത്തി 15-5 ആണ് ഇവിടെ ഉദ്ധരിക്കുന്നത്. ഉൽപ്പത്തി 15-5 എന്താ പറഞ്ഞത്? പിന്നെ അവനെ പുറത്തേക്ക് കൊണ്ടുവന്ന് ആകാശത്ത് നോക്കുക, നക്ഷത്രങ്ങളെ എണ്ണാൻ കഴിയുമെങ്കിൽ എണ്ണുക എന്ന് കൽപ്പിച്ചു, നിൻ്റെ സന്തതി ഇങ്ങനെയാകുമെന്ന് അവൻ കൽപ്പിച്ചു. അബ്രഹാം ദൈവത്തിൽ വിശ്വസിച്ചു, അതവന് നിധിയെ കണക്കിട്ടുന്നു. 6-ാം വാക്യം. അപ്പം 18-ാം വാക്യത്തിൻ്റെ ഒരു ഭാഗം ചിന്ത വന്നിരിക്കുന്ന ഉൽപ്പത്തി 17-4-5 വാക്യത്തിലാണ്. പക്ഷേ വാക്യം ഉദ്ധരിച്ചിരിക്കുന്ന വാക്യം 15-5 നിന്നാണ്. ദൈവം അബ്രഹാമിനോട് പറഞ്ഞു, നിൻ്റെ സന്തതി ഇവണ്ണമാകും, നക്ഷത്രങ്ങളെ കാണിച്ചിട്ട് പറഞ്ഞു. അബ്രഹാം വിശ്വസിച്ചു. ദൈവത്തിൻ്റെ വാഗ്ദാനത്തിൽ അബ്രഹാം വിശ്വസിച്ചു, ആശ്രയിച്ചു, അത് സംഭവിക്കും എന്ന് വിശ്വസിച്ചു. ലോകപ്രകാരമുള്ള മാനുഷിക കാഴ്ചപ്പാടിൽ എങ്ങനെ എന്നുള്ളത് തനിക്കറിയില്ല, പക്ഷെ സംഭവിക്കും. ലോകത്തിലുള്ള മനുഷ്യരെ സംബന്ധിച്ച് ഇപ്രകാരമുള്ള വിശ്വാസം, കാരണം തെളിവൊന്നുമില്ല, സാധിക്കുമെന്നുള്ളതിന് രേഖയില്ല, ശരീരം നിർജീവം, ഭാര്യയുടെ ശരീരവും നിർജീവം, വൈദ്യശാസ്ത്രപരമായ യാതൊരു സാധ്യതയുമില്ല. ഇപ്പോൾ ലോകപ്രകാരമുള്ള മനുഷ്യരെ സംബന്ധിച്ച് ഇങ്ങനെ ഈ അവസ്ഥയുണ്ടായിരുന്നിട്ട് ഒരു മനുഷ്യൻ വിശ്വസിക്കുക, എനിക്ക് മകനുണ്ടാകും
ഞങ്ങൾക്ക് മകനുണ്ടാകും എന്ന് വിശ്വസിക്കുമ്പോൾ ലോകത്തിലെ മനുഷ്യർ പറയുന്നത് അന്യായമാണ്, ഇത് ബുദ്ധിക്ക് നിരക്കാത്തതാണ്, ഇത് യാഥാർത്ഥ്യമായി ബന്ധമില്ലാത്തതാണ്. നിങ്ങളുടെ വസ്തുത, നിങ്ങളുടെ ആയിരിക്കുന്ന അവസ്ഥ നിങ്ങൾ ശരിക്കും പരിശോധിക്കാത്തത് കൊണ്ടാണ് ഇങ്ങനെയൊക്കെ ആയിരിക്കും ലോകത്തിലുള്ളവർ പറയുന്നത്. ഈ അവസ്ഥയിൽ നിങ്ങൾക്ക് പ്രതീക്ഷയോ? ഇത് യാഥാർത്ഥ്യത്തിന് നിരക്കാത്തതാണ്. നിങ്ങളുടെ കണ്ണാടി നോക്ക്, നിങ്ങളുടെ ശരീരം എങ്ങനെയാണെന്ന്. മെഡിക്കൽ റിപ്പോർട്ട്, വൈദ്യശാസ്ത്രപരമായിട്ടുള്ള റിപ്പോർട്ടുകൾ പഠിച്ചു നോക്ക്, വായിച്ചു നോക്ക്. ഇനിയും പ്രതീക്ഷിക്കുക വകയുണ്ടോ? ഒരു വകയുമില്ല. ഇതാണ് ലോകം പറയാൻ പോകുന്നത്. പക്ഷെ അബ്രഹാമിനെ സംബന്ധിച്ച് അങ്ങനെയല്ല. അബ്രഹാമിനെ സംബന്ധിച്ച് ഒരു ഉറപ്പാണ് അബ്രഹാമിന്. 19 വാക്യം പറയുന്നത്, അവൻ ഏകദേശം 100 വയസ്സുള്ളവനാകിയാൽ തൻ്റെ ശരീരം നിർജീവമായി പോയതും സാറയുടെ ഗർഭപാത്രത്തിൻ്റെ നിർജീവത്വവും ഗ്രഹിച്ചിട്ടും വിശ്വാസത്തിൽ ക്ഷീണിച്ചില്ല. തൻ്റെ വിശ്വാസം ഇതൊന്നും തൊട്ടില്ല. തൻ്റെ ശരീരത്തിൻ്റെ അവസ്ഥ, സാറയുടെ ശരീരത്തിൻ്റെ അവസ്ഥ, ലോകത്തിലെ മനുഷ്യരുടെ അഭിപ്രായങ്ങൾ, ഇതൊന്നും തൻ്റെ വിശ്വാസത്തിൽ തൊട്ടിട്ടില്ല. വിശ്വാസത്തിൽ ക്ഷീണിച്ചില്ല. താൻ തൻ്റെ ശരീരത്തെ ശരിക്കും മനസ്സിലാക്കി. തൻ്റെ അവസ്ഥ തനിക്കറിയാം. അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നേരിടുന്ന അവസ്ഥകൾ തനിക്ക് നന്നായിട്ടറിയാം. ഇത് ശരീരം നിർജീവമാണ്. ഇപ്പോൾ 100 വയസ്സുള്ള സമയത്ത് നിർജീവമായി പോയിരിക്കുന്നു. സാറയുടെ ഗർഭപാത്രം നിർജീവത്വമാണ്, അതും മരിച്ച തുല്യമാണ്. അപ്പോൾ ഇതെല്ലാം ഈ വാക്കുകൾ വ്യക്തമായി പറയുന്നത് താൻ നേരിടുന്ന ബുദ്ധിമുട്ട് തനിക്ക് നന്നായിട്ടറിയാം. ഒരു ചെറിയൊരു ബുദ്ധിമുട്ട് നമ്മൾ ഒരുപക്ഷെ 19 വാക്യത്തിൽ കാണാൻ സാധിക്കും. ചിലപ്പോൾ അത് ബൈബിൾ വ്യാഖ്യാതാക്കൾ പറയാറുണ്ട്. പിന്നെ 2 അവസ്ഥകൾ, തൻ്റെ ശരീരം ജീവനില്ലാത്തതുപോലെ എന്ന് കണ്ടിട്ടും എന്ന് ഗ്രഹിച്ചിട്ടും, അല്ലെങ്കിൽ തൻ്റെ ശരീരത്തിൻ്റെ കഴിവില്ലായ്മ താൻ പരിഗണിച്ചില്ല. 2 അർത്ഥവും ശരിയാണ്. അത്ഭുതകരമായൊരു അവസ്ഥയാണ്. ഇപ്പം തൻ്റെ ശരീരം നിർജീവമില്ലാത്തതുമായിട്ട് താൻ ഗ്രഹിച്ചിട്ടും അബ്രഹാം പറഞ്ഞു, ദൈവം പ്രവർത്തിക്കും. എൻ്റെ ശരീരത്തിന് കഴിവില്ലെങ്കിൽ എന്താ? കഴിവ് ദൈവത്തിൻ്റേതാണ്. മറുവശത്ത് പറഞ്ഞാൽ തൻ്റെ ശരീരത്തിൻ്റെ കഴിവില്ലായ്മ താൻ പരിഗണിച്ചില്ല. എൻ്റെ ശരീരം കഴിവില്ലായ്മ നോക്കേണ്ട കാര്യമൊന്നുമില്ല. ദൈവത്തിൻ്റെ എൻ്റെ കഴിവല്ല പ്രശ്നം, ദൈവത്തിൻ്റെ കഴിവാണ് പ്രശ്നം. ദൈവം പ്രവർത്തിക്കുമെന്ന് പറഞ്ഞാൽ ദൈവം പ്രവർത്തിക്കും. എൻ്റെ കഴിവും കൂടെ ചേർത്തിട്ടല്ല. രണ്ടും ദൈവത്തിന് മഹത്വം കിട്ടുന്ന പ്രസ്താവനകൾ തന്നെയാണ്. അബ്രഹാം തൻ്റെ ശരീര നിർജീവത്തെ ഗ്രഹിച്ചു, അല്ലെങ്കിൽ അതിനെ പരിഗണിച്ചില്ല. ദൈവം തൻ്റെ കഴിവില്ലായ്മയെ മറികടക്കുമെന്ന് അബ്രഹാം വിശ്വസിച്ചു. ദൈവത്തിന് പ്രവർത്തിക്കാൻ കഴിയും. ഇപ്പോൾ 2 വെച്ച് നോക്കിയാലും 99 വയസ്സായ മനുഷ്യനോട് ദൈവം പറയുമ്പോൾ നിനക്കൊരു മകനെ ഉണ്ടാകും. ഉൽപ്പത്തി 17:1-16 വാക്യങ്ങളിൽ. ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ 17-ാം അധ്യായത്തിൻ്റെ 1-16 വാക്യം ഒരിക്കലൂടെ ഒന്ന് വായിച്ച് കേൾക്കാം. 17:1 അബ്രഹാമിന് 99 വയസ്സായപ്പോൾ യഹോവ അബ്രഹാമിന് പ്രത്യക്ഷനായി അവനോട്, ഞാൻ സർവ്വശക്തിയുള്ള ദൈവമാകുന്നു. ആ ഊന്നൽ സർവ്വശക്തനാണ്. ദൈവത്തിൻ്റെ ശക്തിയിലേക്ക് നോക്കാൻ പറയുകയാണ്. ഞാൻ സർവ്വശക്തിയുള്ള ദൈവമാകും. നീ എൻ്റെ മുമ്പാകെ നടന്ന് നിഷ്കളങ്കനായിരിക്കും. നീ അത് മാത്രം ചെയ്താൽ മതി. നീ എൻ്റെ മുമ്പിൽ നടക്കുക, നിഷ്കളങ്കനായി നടക്കുക. അതിൻ്റെ 16-ാം വാക്യം, ഞാൻ അവളെ അനുഗ്രഹിച്ച് അവളിൽ നിന്ന് നിനക്കൊരു മകനെ തരും. ഞാൻ അവളെ അനുഗ്രഹിക്കുകയും അവൾ ജാതികൾക്ക് മാതാവായി തീരുകയും ജാതികളുടെ രാജാക്കന്മാർ അവളിൽ നിന്ന് ഉത്ഭവിക്കുകയും ചെയ്യുമെന്നും അരുളി ചെയ്തു. ഈ അവസ്ഥയിൽ ദൈവം അബ്രഹാമിന് ഉറപ്പ് കൊടുക്കുകയാണ്. ശക്തമായി ഉറപ്പ് കൊടുക്കുക. തൻ്റെ സർവശക്തനായ തന്നിലേക്ക് നോക്കാൻ പറയുകയാണ്. മറക്കരുത്, അബ്രഹാം യാഥാർത്ഥ്യത്തെ അവഗണിച്ചില്ല, വസ്തുതകളെ അവഗണിച്ചില്ല. എന്താ വസ്തുത? തൻ്റെ ശരീരത്തിൻ്റെ നിർജീവത്വം, സാറയുടെ ഗർഭപാത്രത്തിൻ്റെ നിർജീവത്വം, ഇതൊക്കെ വസ്തുതകളാണ്. ഒരു ശിശു ഉണ്ടാകാൻ തനിക്കിനി ശരീരത്തിന് കെൽപ്പില്ല. എബ്രായ ലേഖനത്തിൻ്റെ ഭാഷയിൽ പറഞ്ഞ എബ്രായ ലേഖനം 11-12 വാക്യത്തിൽ, അതുകൊണ്ട് ഒരുവന് മൃതപ്രായനായവന്, കാരണം മരണത്തിനടുത്ത് നിൽക്കുന്ന മനുഷ്യൻ, മൃതപ്രായനായവന് തന്നെ പെരുപ്പത്തിൽ ആകാശ നക്ഷത്രങ്ങൾ പോലെയും കടൽപ്പുറത്ത് എണ്ണിക്കൂടാത്ത മണൽ പോലെ സന്തതി ലഭിച്ചു. അതിൻ്റെ 11 വാക്യോടെ ചേർത്ത് വായിക്കാം. വിശ്വാസത്താൽ സാറയും, വിശ്വാസമാണ് വിഷയം, എബ്രായർ 11, വിശ്വാസത്താൽ സാറയും വാഗ്ദത്തം ചെയ്തവനെ വിശ്വസ്തൻ എന്ന് എണ്ണുകയാൽ, ദൈവമാണ് വാഗ്ദാനം ചെയ്തത്. ദൈവം വാക്ക് പറഞ്ഞാൽ മാറില്ല. വിശ്വസ്തൻ എന്ന് എണ്ണുകയാൽ പ്രായം കഴിഞ്ഞിട്ടും പുത്രോത്പാദനത്തിന് ശക്തി പ്രാപിച്ചു. പ്രായം കഴിഞ്ഞു. ഒരു ശിശുവിൻ്റെ അമ്മയാകാനുള്ള പ്രായം കഴിഞ്ഞു. 2 പേർക്കും കഴിഞ്ഞു. പക്ഷെ 2 പേരും അവരുടെ അവസ്ഥയിലല്ല ഊന്നൽ കൊടുത്തത്, ദൈവത്തിൻ്റെ ശക്തിയിലാണ്. ഏതൊരു ശക്തിയിൽ ഊന്നൽ കൊടുത്ത് 2 പേരും. അതേ സമയത്ത് വസ്തുതകളെ അവഗണിച്ചില്ല, യാഥാർത്ഥ്യത്തിനേരെ കണ്ണടച്ചില്ല. സാറയുടെ ഗർഭപാത്രം ജീവനില്ലാത്ത അവസ്ഥയായിട്ട് വർഷങ്ങളായി. അബ്രഹാം 100 വയസ്സായപ്പോഴാണ് ഈ അവസ്ഥയിലെത്തി. കാരണം ഉൽപ്പത്തി 16-4 ഹാഗാറിൻ്റെ അടുക്കൽ ചെല്ലുന്നു, അവിടെ മകനുണ്ടാകുന്നു. കെതൂറയുടെ അടുക്കൽ ചെല്ലുന്നു, മകനുണ്ടാകുന്നു. അബ്രഹാമിന് പുത്രോത്പാദന ശക്തി നേരത്തെ ഉണ്ടായിരുന്നു.
100ാമത്തെ വയസ്സിലെത്തിയപ്പോഴാണ് ഈ നിർജീവത്വത്തിലെത്തിയത്. അത് രണ്ടുപേരും ഇനി മക്കളെ ഉണ്ടാകുവാൻ അവർ കഴിവില്ല. അബ്രഹാം വസ്തുതകളിലേക്ക് നോക്കി. നമ്മൾ വസ്തുതകളും കൂടെ പരിഗണിക്കണം. താനും സാറായും ഭൗതികമായി ഒരു ശിശുവിൻ്റെ അപ്പനും അമ്മയാകാനുള്ള കഴിവില്ല. ഇതാണ് യാഥാർത്ഥ്യം. തനിക്ക് ഭൂമിയിൽ ഇനി സന്തതി പരമ്പരകൾ ഉണ്ടാകില്ല. പക്ഷേ അബ്രഹാമും സാറായും അവർക്കൊരു മകനുണ്ടാകും എന്നവർ ഈ അവസ്ഥയിലും വിശ്വസിച്ചു. വസ്തുതകൾക്ക് ആശയ്ക്ക് വിരോധമായി അവർ വിശ്വസിച്ചു. ആകാശ നക്ഷത്രങ്ങളെപ്പോലെ മക്കളുണ്ടാകുമെന്ന് വിശ്വസിച്ചു. ബഹുജാതികൾക്ക് ഞങ്ങൾ പിതാവാകുമെന്ന് വിശ്വസിച്ചു. സാറയിൽ നിന്ന് ഭൂമിയിലെ രാജാക്കന്മാർ ഉത്ഭവിക്കുമെന്ന് വിശ്വസിച്ചു. എങ്ങനെ? കാരണം ഭൗതിക വസ്തുതകളല്ല എല്ലാം. ഭൗതിക വസ്തുതകളല്ല എല്ലാ വിവരങ്ങളും. അത് മറ്റ് ചില വിവരങ്ങളുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ ഒട്ടും പ്രാധാന്യമില്ലാത്തവയാണ്. ഭൗതികമായി നമ്മുടെ കൺമുമ്പിൽ കാണുന്ന അവസ്ഥകൾ, ലോകത്തിലെ അവസ്ഥകളെ, യാഥാർത്ഥ്യങ്ങളെ മറികടക്കുന്ന മറ്റൊരു യാഥാർത്ഥ്യമുണ്ട്. ലോകത്തിൽ നമ്മുടെ കൺമുമ്പിൽ കാണുന്ന അവസ്ഥകളും യാഥാർത്ഥ്യങ്ങളും മറികടക്കുന്ന മറ്റൊരു സത്യമുണ്ട്, യാഥാർത്ഥ്യമുണ്ട്. അതെന്താണ്? ദൈവം എന്ന യാഥാർത്ഥ്യം. അബ്രഹാം തൻ്റെ ഭൗതിക അവസ്ഥകളെ മറന്നു കളഞ്ഞു, അവഗണിച്ചു എന്നല്ല. ഭൂമിയിൽ താൻ ജീവിക്കുന്ന അവസ്ഥയെ, താൻ നേരിടുന്ന യാഥാർത്ഥ്യങ്ങളെ അവഗണിച്ചു, മറന്നു കളഞ്ഞു, പരിഗണിച്ചില്ലെന്നല്ല. പക്ഷെ അതുതന്നെ ഭയപ്പെടുത്താൻ അനുവദിച്ചില്ല. അതിനാൽ പരിമിതപ്പെടാൻ, വിശ്വാസം ക്ഷീണിക്കാൻ, പ്രാർത്ഥന വേണ്ടെന്ന് വയ്ക്കാൻ, ബൈബിൾ വായന വേണ്ടെന്ന് വയ്ക്കാൻ, കൂട്ടായ്മ വേണ്ടെന്ന് വയ്ക്കാൻ, ആരാധന വേണ്ടെന്ന് വയ്ക്കാൻ ഈ സാഹചര്യങ്ങൾ തന്നെ അനുവദിച്ചില്ല. പരിമിതപ്പെടുത്താൻ അനുവദിച്ചില്ല. സർവശക്തനായ ദൈവത്തിൽ വിശ്വസിച്ചു. ദൈവം പറഞ്ഞത്, വാഗ്ദത്തം ചെയ്ത് നിറവേറ്റാൻ ശക്തനെന്ന് വിശ്വസിച്ചു. ദൈവം, ഞാൻ സർവശക്തൻ. ദൈവം അവിടേക്ക് ഊന്നൽ കൊടുക്കാൻ പറഞ്ഞു. റോമദാൻ്റെ 17 നമ്മൾ കണ്ടു. ഉൽപ്പത്തി 17:1 പറഞ്ഞത്. ലൂക്കോസ് 1:37 പറഞ്ഞു. ഇതിന് അസാധ്യമായത് വല്ലതുമുണ്ടോ? അപ്പോൾ അബ്രഹാമിൻ്റെ വിശ്വാസത്തിൻ്റെ കാഴ്ചവിട്, അബ്രഹാമിൻ്റെ വിശ്വാസത്തിൻ്റെ പാത പിന്തുടരുന്നവർ നമ്മുടെ ചുറ്റും മാത്രം നോക്കിയാൽ പോരാ, നമ്മുടെ മുകളിലേക്ക് നോക്കണം, ദൈവത്തിങ്കിലേക്ക്. അതോടൊപ്പം നമ്മുടെ ജീവിതത്തിൽ നേരിടുന്ന അവസ്ഥകൾ, യാഥാർത്ഥ്യങ്ങളെ അവഗണിക്കരുത്. നേരിടുന്ന യാഥാർത്ഥ്യങ്ങളെ അവഗണിക്കരുത്. പക്ഷെ അതിനാൽ ഭയപ്പെടരുത്. അതുകൊണ്ടുകൊണ്ട് ഭയപ്പെടരുത്. അത് ഗോലിയാത്താകട്ടെ, കരടിയാകട്ടെ, മറ്റ് ശത്രുക്കളാകട്ടെ, നമ്മുടെ മുമ്പിൽ വന്ന് നിരന്ന് നിൽക്കുമ്പോൾ, ഉയർന്നു നിൽക്കുമ്പോൾ ഭയപ്പെടരുത്. കാരണം നമുക്ക് സർവശക്തൻ്റെ ദൈവമുണ്ട് കൂടെ, സ്നേഹിക്കുന്നൊരു പിതാവുണ്ട്. യെരമ്യാവിൻ്റെ ഭാഷയിൽ യെരമ്യാവ് 32:17 ദൈവത്തിന് അസാധ്യമായ കാര്യം വല്ലതുമുണ്ടോ? ഇതുതന്നെയാണ് ദൂതൻ മറിയോട് ചോദിച്ചത്. ദൈവത്തിന് അസാധ്യമായതൊന്നുമില്ല. ലൂക്കോസ് 1:37. അതുകൊണ്ട് നാം നടക്കുന്ന വിശ്വാസത്താലാണ്, കാഴ്ചയിലല്ല. അതുകൊണ്ട് നമ്മുടെ ചുറ്റും മാത്രം നോക്കിയാൽ പോരാ, മുകളിലേക്ക് നോക്കണം. സർവശക്ത ദൈവം. അതുകൊണ്ടാണ് ദൈവം ആകാശത്തിലെ നക്ഷത്രങ്ങളെ നോക്കാൻ പറഞ്ഞു, എണ്ണാൻ പറഞ്ഞു. ദൈവത്തിൻ്റെ ശക്തിയെ ചിന്തിക്കുകയാണ്. സർവശക്തി എന്ന് പറഞ്ഞു, നക്ഷത്രങ്ങളെ കാണിച്ചു കൊടുത്തു. ദൈവത്തിൻ്റെ ശക്തി കാണിച്ചു കൊടുത്തു. ദൈവത്തിൻ്റെ ശക്തിയിലേക്ക് നോക്കുക. നീ നിൻ്റെ ചുറ്റുമുള്ള സാഹചര്യങ്ങൾ അതവിടെ ഉണ്ട്, ശരിയാണ്. പ്രയാസങ്ങളുണ്ട്, ഭീഷണിയുണ്ട്, അപായങ്ങളുണ്ട്, അപമാനങ്ങളുണ്ട്, ദുഃഖങ്ങളുണ്ട്, ദുരന്തങ്ങളുണ്ട്, അതൊക്കെ മുമ്പിലുണ്ട്. പക്ഷെ നീ എങ്ങോട്ട് നോക്കും? എന്നിലേക്ക് നോക്ക്. എൻ്റെ മുമ്പ് വിശ്വസ്തനായി നിൽക്കുക, നിഷ്കളങ്കനായി നടക്കുക, ഞാൻ എൻ്റെ വഴികളിൽ നടക്കുക, നീതിമാനായി ജീവിക്കുക, വചനത്തെ സ്നേഹിക്കുക, ദൈവത്തെ ആരാധിച്ച് ജീവിക്കുക, എന്നിട്ട് എന്നെ നോക്കി ജീവിക്കുക. എന്താ അസാധ്യം? ഇതിനൊന്നും അസാധ്യമല്ല. ദൈവത്തിൻ്റെ ഹിതം ദൈവം നിറവേറ്റും. അബ്രഹാം ദൈവത്തിൻ്റെ ശക്തിയിൽ വിശ്വസിച്ചു. അടുത്തത് ദൈവത്തിൻ്റെ വാഗ്ദാനത്തിൽ വിശ്വസിച്ചു. അത് നമുക്ക് അടുത്ത ദിവസം ചിന്തിക്കാം. അതിനു മുമ്പ് നമ്മൾ കുറച്ച് പുറകോട്ട് വന്നിട്ട് പ്രധാനമായ ചിന്തകൾ ഒന്നുകൂടെ ഒന്ന് പരിചയപ്പെടും. അപ്പോൾ മറക്കരുത്, വിശ്വാസം. നമ്മുടെ വിശ്വാസം എവിടെയാണ്? നമ്മുടെ വിശ്വാസം നമ്മിലാണോ? എൻ്റെ പ്രകടനം, എൻ്റെ വസ്ത്രം, അതോ എൻ്റെ വിശ്വാസത്തിൽ തന്നെയാണോ എൻ്റെ വിശ്വാസം? തെറ്റാണ്. അവർ ആശയ്ക്ക് വിരോധമായി ആശയോടെ വിശ്വസിച്ചു. ആരിൽ? ദൈവത്തിൽ, ദൈവത്തിൻ്റെ ശക്തിയിൽ. ദൈവത്തിന് കഴിയും എന്ന് അബ്രഹാം വിശ്വസിച്ചു. നാം അങ്ങനെ വിശ്വസിക്കുന്നുണ്ടോ? ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. തുടരാം അടുത്ത പഠനം.